നേപ്പാളിൽ ഇന്ത്യയെക്കാട്ടിലും ടാക്സ് വളരെ കുറവാണ്. ലക്ഷറി കാറിന്റെ വിലയെക്കാട്ടിലും നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ പറ്റിയ ബോർഡർ ശരിക്കും പറഞ്ഞ ഒന്ന് ഹിമാചൽ, ഭൂട്ടാൻ ഒക്കെയാണ്. ഭൂട്ടാനിന്ന് ടെമ്പററി രജിസ്ട്രേഷൻ ആയിട്ട് ഇവരെന്തായാലും ഒരു നമ്പർ പ്ലേറ്റ് വാങ്ങും ഇന്ത്യൻ രജിസ്ട്രേഷനിലുള്ളത്. അപ്പൊ ഭൂട്ടാനിൽ ടെമ്പററി രജിസ്ട്രേഷനിൽ ആൾറെഡി ഒരു ഫേക്ക് പേപ്പേഴ്സ് എന്തായാലും RTOന്റെ ഇവർ ഉണ്ടാക്കിയെടുക്കും. അതിലെല്ലാം ടാക്സ് പെയ്ഡ് എന്നുള്ള പേപ്പറും എന്തായാലും ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഹയർ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും പെട്ടെന്ന് സാധ്യമാവുന്ന കാര്യമാണ്. ഈ ടാക്സ് അടക്കാണ്ട് രക്ഷപ്പെടുന്ന കാര്യം വലിയ കൊലക്കുറ്റമൊന്നും അല്ലാത്തതുകൊണ്ട് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും ആ ഭാഗത്ത് ഒരു കണ്ണടക്കൽ എന്തായാലും ഉണ്ടാവും. അടുത്ത പ്രശ്നം വരുന്നത് എങ്ങനെയാ വെച്ചാൽ ബോർഡർ കടത്തണം. ബോർഡറിൽ ചെക്ക് ചെയ്താൽ മിക്കവരെയും പിടിക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യുക? കാർ ഒന്നല്ലെങ്കിൽ പാർട്സ് ആക്കിയിട്ട് അവർ കൊണ്ടുവരും, അല്ലെങ്കിൽ കാർ എന്തായാലും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അവർ ബോർഡർ കടത്തും. അല്ലെങ്കിൽ ഈ ലക്ഷറി കാർ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ടൂറിസ്റ്റിന് കറങ്ങാൻ വേണ്ടിയിട്ട് റെന്റ് കാർ എന്ന രീതിയിൽ ഇത് പെർമിറ്റ് എടുക്കുകയും ചെയ്യും. എന്നിട്ട് രജിസ്റ്റർ ചെയ്യാണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ രജിസ്ട്രേഷൻ നമ്പർ അവർ വെരിഫൈ ചെയ്യുമ്പോൾ VIN നമ്പർ ചെക്ക്. ഈ VIN നമ്പർ മറ്റൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യും. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ടാക്സ് അടക്കാണ്ടുള്ള കാറുകൾ പിടിക്കപ്പെടുന്ന ഒരു ആദ്യത്തെ സ്റ്റേജ് വരുന്നത്. അങ്ങനെ ഇന്ത്യയിൽ എത്തുമ്പോൾ ഈ കാർ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ RTOPL ഇവരെന്തായാലും രജിസ്റ്റർ ചെയ്യില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവർക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യം വരാറുള്ളൂ.